വിഷുവിന്റെ വരവറിയിച്ച് മാനന്തവാടി തിരുനെല്ലിയിൽ കോടങ്കി കോൽക്കളി സംഘങ്ങൾ എത്തിത്തുടങ്ങി. ഇതോടെ മുളയടി ശബ്ദം കൊണ്ട് നിറയുകയാണ് ഗ്രാമവഴികൾ. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന കാണിക്ക വിഷുത്തലേന്ന് തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ സമർപ്പിക്കും. ശേഷം വിഷുക്കണി കണ്ടാണ് ഇവർ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുക. കണിക്കുന്നുകൾ കൊണ്ട് ശരീരം അലങ്കരിച്ച് തലയിൽ കിരീടം ചൂടി വരുന്ന കോമാളിയാണ് സംഘത്തിലെ പ്രധാനി. കൂടെ അണിഞ്ഞൊരുങ്ങിയ പെൺവേഷവുമുണ്ടാകും. ഊരുമൂപ്പന്റെ പാട്ടിനൊത്ത് ചടുലമായ ചുവടുവെച്ചുള്ള കോൽക്കളി മനോഹരമായ കാഴ്ചയാണ്. കാട്ടിൽ നിന്ന് ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത മുളങ്കമ്പുകളാണ് ഇവർ കോൽക്കളിക്കായി ഉപയോഗിക്കുന്നത്. കണിക്കുന്ന പൂക്കളുടെ അലങ്കാരത്തിന് പുറമെ കോമാളിയുടെ ശരീരം മുഴുവൻ ചായം തേച്ച് ചിത്രങ്ങൾ വരയ്ക്കും. കരിക്കട്ടയും മണ്ണും ഇഷ്ടികയുമൊക്കെ ഉപയോഗിച്ചുള്ള പ്രകൃതിദത്തമായ നിറമാണ് ഇതിന് ഉപയോഗിക്കുക. അരയിൽ കെട്ടിയ അരമണിയുടെ കിലുക്കം ഇവരുടെ ഗോത്ര സംഗീതത്തിന് ഇമ്പം കൂട്ടും. നമ്മൾ ആദ്യമുള്ളത് തലമുറയ്ക്ക് ഇത് ചെയ്തുകൊണ്ട് പോരുന്ന പാട്ടുകൾ ഒരുപാടുണ്ട്. അത് നമുക്ക് ഈ തലമുറയ്ക്കൊന്നും പറ്റുന്നില്ല. കിട്ടുന്ന പാട്ട് വെച്ച് നമ്മൾ ഒരു 7 ദിവസത്തേക്ക് തിരുനെല്ലി പെരുമാളിന് വേണ്ടിയിട്ട് ഒരു ഭഗവാന്റെ അരിച്ച് ഒരു കോരിക്കളി നമ്മൾ നടത്തുന്നു. തിരുനെല്ലിയിലും സമീപ പ്രദേശങ്ങളിലും വിഷുവിന്റെ വരവറിയിച്ച കോൽക്കളി സംഘം ഇന്നലെയാണ് യാത്ര ആരംഭിച്ചത്. വിഷുത്തലേന്നിവർ തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിലെത്തും. കാട്ടുനായ്ക്ക വിഭാഗക്കാരാണ് കോടങ്കി കോൽക്കളി സംഘങ്ങളായി വീടുകളിലെത്തുന്നത്. ന്യൂസ് മലയാളം, വയനാട്.